ഹലോ ചിൽഡ്രൻ, നമ്മളിന്ന് നിങ്ങളുടെ ഹയർ സെക്കൻഡറി കെമിസ്ട്രി പ്രാക്ടിക്കൽസിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ ഡെമോൺസ്ട്രേഷനും. അപ്പോൾ കെമിസ്ട്രി പ്രാക്ടിക്കൽസിന് മെയിനായിട്ട് നിങ്ങൾക്ക് 2 എക്സ്പെരിമെൻ്റ് ആണ് ചെയ്യാനുണ്ടാവുക. ഫസ്റ്റ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിൽ വോളിയോമെട്രിക് അനാലിസിസ് ആണ് നിങ്ങളുടെ എക്സാമിന് ചോദിക്കാറ്. പിന്നെ വരുന്ന സെക്കൻഡ് എക്സ്പെരിമെൻറ്റ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ആണ്, ഒരു ഇനോർഗാനിക് സോൾട്ട് അനലൈസ് ചെയ്യാൻ. നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് വെച്ചിട്ടാണ്. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് പല ടൈപ്പ് ഉണ്ടാവാം. വോളിയോമെട്രിക് അനാലിസിസ്, ഗ്രാവിമെട്രിക് അനാലിസിസ്, ഇതൊക്കെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിന് എക്സാമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് വരിക ഇതിലെ വോളിയോമെട്രിക് അനാലിസിസ് ആണ്. ഇനി വോളിയോമെട്രിക് അനാലിസിസ് തന്നെ ആൽക്കലിമെട്രി ഉണ്ട്, അസിഡിമെട്രി ഉണ്ട്, പെർമാംഗനോമെട്രി, അയഡോമെട്രി, ഡൈക്രോമെട്രി, ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. നിങ്ങളുടെ എക്സാമിന് യൂഷ്വലി ചോദിക്കാറ് ആസിഡിമെട്രിയോ അല്ലെങ്കിൽ ആൽക്കലിമെട്രിയാണ്. നമ്മളിവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു അസിഡിമെട്രിയാണ്. എന്താണ് അസിഡിമെട്രി? അസിഡിമെട്രിയിൽ ആസിഡ്, ഒരു സ്റ്റാൻഡേർഡ് ആസിഡ് തന്നിട്ട് നിങ്ങളോട് ഒരു ബേസിൻ്റെ കോൺസെൻട്രേഷൻ, ആ തന്ന സൊല്യൂഷനിലെ ബേസിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ പറയും. വോളിയോമെട്രിക് അനാലിസിസ് യൂസ് ചെയ്തിട്ട് ബേസിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ പറയും. നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്ന അപ്പാരറ്റസ് ബ്യൂററ്റിൽ നോർമലി ആസിഡിമെട്രിയിലും ആൽക്കലിമെട്രിയിലും നമ്മൾ ഫില്ല് ചെയ്യുന്നത് ആസിഡാണ്. ഇവിടെ നിങ്ങൾക്ക് HCl ആണ് തന്നിട്ടുള്ളത്. HCl സ്റ്റാൻഡേർഡ് സൊല്യൂഷനാണ്, സ്റ്റാൻഡേർഡ് ആസിഡാണ്. അപ്പോൾ നമ്മൾ ബ്യൂററ്റിൽ ഫസ്റ്റ് ഫില്ല് ചെയ്യേണ്ടത് ആസിഡാണ്. ഓക്കെ, അപ്പോൾ ബ്യൂററ്റിന് നോബ് ക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക. എന്നിട്ട് വാട്ടർ കൊണ്ട് വാഷ് ചെയ്തതിന് ശേഷം ആസിഡ് കൊണ്ട്, തന്നിട്ടുള്ള ആസിഡ് കൊണ്ട് റിൻസ് ചെയ്യുക. അതിനുശേഷം ബ്യൂററ്റിൽ ആസിഡ് ഫില്ല് ചെയ്യുക. നിങ്ങൾക്ക് 50 ml ബ്യൂററ്റ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. അതായത് ഇവിടെ 0 സ്റ്റാർട്ട് ചെയ്യും, ഇവിടെ വരെയുള്ള വോളിയം 50 ml ആണ്. പിന്നെ നിങ്ങൾ ബ്യൂററ്റ് ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു നാരോ പോർഷനിലും കൂടി ആസിഡ് ആണെങ്കിൽ ആസിഡ് ഫില്ല് ചെയ്യണം. ബ്യൂററ്റ് ഫില്ല് ചെയ്യുമ്പോൾ ഈ ഭാഗത്ത് കൂടി ആസിഡ് ഫില്ലാണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി ഞാനൊന്ന് നോബ് തുറന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, എയർ ബബിൾ ഉണ്ടാവാനും പാടില്ല. ഓക്കെ, അപ്പോൾ ഈ പോർഷൻ ഫില്ലായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ ഇനി അടുത്ത് ചെക്ക് ചെയ്യേണ്ടത്, ഇതൊരു കളർലെസ് സൊല്യൂഷൻ ആണല്ലോ. അപ്പോൾ അതിൻ്റെ ലോവർ മെനസ്കസ് 0-ൽ വരണം. അപ്പോഴാണത് കറക്റ്റായിട്ട് വരിക. ഈ 0-ൽ വരുമ്പോൾ അത് 0 ml കറക്റ്റായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലെ വോളിയം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അതുപോലെ എപ്പോൾ നിങ്ങൾ വോളിയം ചെക്ക് ചെയ്യുമ്പോഴും നേരെ നിങ്ങളുടെ കണ്ണിന് നേരെ പിടിച്ചിട്ട് തന്നെ ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ അതിൽ വാല്യൂസിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ 0 ml കറക്റ്റായിട്ട് ലോവർ മെനസ്കസ് വന്നു. ബ്യൂററ്റ് ഫില്ല് ചെയ്തു. ബ്യൂററ്റിൽ ഫില്ല് ചെയ്തത് ആസിഡാണ്. ഇവിടെ യൂസ് ചെയ്യുന്ന ആസിഡ് HCl. ഇനി ഈ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷനാണ് നിങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത്. ഇത് NaOH, സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. അപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് തന്നിട്ടുള്ള 20 ml ആദ്യം നിങ്ങൾ 100 ml മേക്കപ്പ് ചെയ്യണം. 20 ml ബേസിനെ, അതായത് NaOH ആണ് ഇവിടെ തന്ന ബേസ്, അതിനെ 100 ml മേക്കപ്പ് ചെയ്യണം. അപ്പോൾ 100 ml മേക്കപ്പ് ചെയ്യാൻ നിങ്ങൾക്കൊരു 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് തന്നിരിക്കും. പിന്നെ അതിന് വേണ്ടിയിട്ടൊരു ഫണൽ വേണം, പിന്നെ ഒരു ഗ്ലാസ് റോഡും. ഇനി മേക്കപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അത് ഗ്ലാസ് റോഡ് ചരിച്ച് പിടിച്ചിട്ട് ഫണലിലേക്ക് ആക്കിയിട്ട് ചരിച്ച് പിടിച്ചിട്ട് ഈ സൊല്യൂഷൻ, ഇതാണ് നമ്മുടെ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കേണ്ടത്. അതായത് ഈ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അതാദ്യം 100 ml മേക്കപ്പ് ചെയ്യാം.
പുറത്തോട്ട് സൊല്യൂഷൻ ആവാതെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം മേക്കപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ കോൺസെൻട്രേഷനിൽ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ വെള്ളം വെച്ചിട്ട് വാട്ടർ വെച്ചിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് 100 ml ആക്കുക. അത് ഈ ബോട്ടിൽ വാഷ് ചെയ്തിട്ട് അതേ ഗ്ലാസ്സിലൂടെ യൂസ് ചെയ്തിട്ട് ആ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക് ഒഴിക്കാം. കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതുപോലെ ഒരു 10 ml 5 ml വാട്ടർ യൂസ് ചെയ്തിട്ട് 1-2 പ്രാവശ്യം ഇതേ ബോട്ടിൽ നിങ്ങൾ റിൻസ് ചെയ്തിട്ട് ഈ ഒരു സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക് ഒഴിക്കണം. പിന്നെ ആ ഗ്ലാസ് റോഡ് ഒന്ന് കഴുകിയെടുക്കുക. പിന്നെ ഫണലിൻ്റെ സൈഡും ഇനി നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിന് ഇവിടെ ഒരു വര കാണാം. അതാണ് അതിൽ 100 ml എന്ന അളവിന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ മുതൽ ഇവിടെ വരെ ഫില്ല് ചെയ്താൽ ഇത് 100 ml ആയി. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ വാട്ടർ ആഡ് ചെയ്യുക, ഡൈല്യൂട്ട് ചെയ്യുക. ഇവിടെ ആ ലോവർ മെനിസ്കസ് ആ ഒരു ലൈനിൻ്റെ മുകളിൽ വരുമ്പോഴാണ്, ഒരു വരേൻ്റെ മുകളിൽ വരുമ്പോഴാണ് നമ്മൾ 100 ml കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്തെന്ന് പറയാൻ പറ്റുക. ഓക്കെ, 100 ml ആയി. നന്നായിട്ട് ക്ലോസ് ചെയ്തിട്ട് ഒന്ന് ഷേക്ക് ചെയ്യുക. മാക്സിമം അയോൺസ് മിക്സ് ചെയ്തിട്ട് ഒരു യൂണിഫോം കോൺസെൻട്രേഷൻ ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ പിപ്പറ്റ് ചെയ്യാൻ പോകുന്ന സൊല്യൂഷൻ NaOH സൊല്യൂഷനാണ്. അപ്പോൾ ആസിഡ് ബേസ്ഡ് ടൈട്രേഷനാണ് ചെയ്യുന്നത്. HCl സ്ട്രോങ് ആസിഡ്, NaOH സ്ട്രോങ് ബേസ്. അപ്പോൾ ആസിഡ് നമ്മൾ ഫില്ല് ചെയ്തത് ബ്യൂററ്റ്. ഇനി പിപ്പറ്റ് ഉപയോഗിച്ചിട്ട് 20 ml NaOH നമ്മൾ കോണിക്കൽ ഫ്ലാസ്കിലേക്ക് പിപ്പറ്റ് ചെയ്യാൻ പോവുകയാണ്. പിപ്പറ്റ് ഉപയോഗിച്ചിട്ട് ഇത് 20 ml പിപ്പറ്റാണ്. നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് ഇതിൽ എത്ര എമൗണ്ട് ആൽക്കലി ഫില്ല് ചെയ്യാൻ പറ്റുമെന്ന് കാണാം. ഇതിൽ 20 ml പിപ്പറ്റാണ്. അതുപോലെ ഇത് 27 ഡിഗ്രി സെൽഷ്യസിലാണ് കാലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും പിപ്പറ്റ് ഇവിടെ ഈ ഭാഗത്ത് നിങ്ങളെ കൈകൊണ്ട് പിടിക്കാൻ പാടില്ല. അപ്പം അതിൽ ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടാകും, അപ്പോൾ വോളിയം വേരി ചെയ്യും. അപ്പോൾ ഈ പോർഷനിൽ മാത്രമേ പിപ്പറ്റ് പിടിക്കാൻ പാടുള്ളൂ. അപ്പോൾ 20 ml പിപ്പറ്റാണ്. 20 ml പിപ്പറ്റ് യൂസ് ചെയ്തിട്ട് കോണിക്കൽ ഫ്ലാസ്കിലേക്ക് 20 ml NaOH പിപ്പറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഇത് വാട്ടർ കൊണ്ട് വാഷ് ചെയ്ത് വെച്ച പിപ്പറ്റാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ച NaOH സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ഏതാണോ പിപ്പറ്റ് ചെയ്യേണ്ടത് ആ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് പിപ്പറ്റിനെ റിൻസ് ചെയ്യണം.
റിൻസ് ചെയ്ത് സൊല്യൂഷൻ ഒരിക്കലും തിരിച്ച് നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക് ഒഴിക്കാൻ പാടില്ല. ക്ലീൻ കോണിക്കൽ ഫ്ലാസ്കിലേക്ക് 20 ml എണ്ണ ഒഴിച്ച് ട്രാൻസ്ഫർ ചെയ്യാൻ പോവുകയാണ്. ഇനി ടൈട്രേഷനിൽ നിങ്ങൾക്ക് എൻഡ് പോയിന്റ് അറിയാൻ നമ്മൾ ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യും. സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് ടൈട്രേഷൻ ആയതുകൊണ്ട് നമുക്കിവിടെ ഫിനോഫ്തലീൻ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാം. HCl സ്ട്രോങ് ആസിഡ് ആണ്, NaOH സ്ട്രോങ് ബേസ് ആണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻഡിക്കേറ്റർ ഫിനോഫ്തലീൻ ആണ്. ഫിനോഫ്തലീൻ കോണിക്കൽ ഫ്ലാസ്കിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടത് 1 ഡ്രോപ്പോ 1-2 ഡ്രോപ്പ് ഫിനോഫ്തലീൻ മതിയോ. ഓക്കെ, ഫിനോഫ്തലീൻ ഇൻഡിക്കേറ്ററിന് ബേസിൽ പിങ്ക് കളറും ആസിഡിൽ കളറില്ല, അതുപോലെ pH 7 ന്യൂട്രൽ സൊല്യൂഷനിൽ കളറില്ല. ഫിനോഫ്തലീൻ ഇൻഡിക്കേറ്ററിന് ബേസിൽ പിങ്ക് കളറാണ്, ആസിഡിൽ കളറില്ല, ആസിഡിൽ കളറില്ല, pH 7 ന്യൂട്രൽ സൊല്യൂഷനിലും പ്യുവർ വാട്ടറിലും കളർ ഉണ്ടാവില്ല, കളർലെസ് ആണ്. അപ്പോൾ നമ്മുടെ എൻഡ് പോയിന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ പിങ്ക് കളർ ടു കളർലെസ്. അതാണ് ഈ ഒരു ആസിഡ് ബേസ് ടൈട്രേഷൻ്റെ എൻഡ് പോയിന്റ്, പിങ്ക് കളർ ടു കളർലെസ്. കോണിക്കൽ ഫ്ലാസ്കിലെ പിങ്ക് കളറുള്ള ഈ സൊല്യൂഷൻ കളർലെസ് ആയി മാറും എൻഡ് പോയിന്റിൽ. അതാണ് നമ്മുടെ ടൈറ്റർ വാല്യൂ ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ടൈട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ടൈട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ബ്യൂററ്റിലെ ആസിഡിൻ്റെ അളവ് 0 തന്നെയാണോ എന്നുള്ളത് ഒന്നും കൂടി ചെക്ക് ചെയ്യുക. കാരണം ലീക്കൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം ബ്യൂററ്റിലെ ആസിഡിൻ്റെ എമൗണ്ട് ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ അതൊന്നും കൂടി ചെക്ക് ചെയ്യുക 0 എന്നുള്ളത്, പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏകദേശം കളർ ഫെയ്ഡായി തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ വളരെ പതുക്കെ ആസിഡ് ഒഴിച്ചു കൊടുക്കുക. ഡ്രോപ്പ് വൈസ് അഡീഷനാണ് ഏറ്റവും ബെറ്റർ.
ഒരു ഡ്രോപ്പിൽ കംപ്ലീറ്റ് കളർ ഡിസപ്പിയർ ആവും. അപ്പോൾ ഇതാണ് നമ്മുടെ എൻഡ് പോയിന്റ്. അത്രയും ബേസിനാണ് നമ്മൾ 20 ml ബേസാണ് കോണിക്കൽ ഫ്ലാസ്കിൽ എടുത്തത്. അതിലുള്ള OH മൈനസിനെ ന്യൂട്രലൈസ് ചെയ്യാൻ ഇത്രയും അതായത് ഇവിടെ വരുന്ന ടൈറ്റർ വാല്യൂ 19.6 ആണ്. 19.6 ml HCl ആണ് ആവശ്യം. അതാണ് നമ്മുടെ ടൈറ്റർ വാല്യൂ. എൻഡ് പോയിന്റിൽ എത്ര ml ആണ് നമ്മൾ ബ്യൂററ്റിൽ കാണുന്നത്, അതാണ് ടൈറ്റർ വാല്യൂ. ഇവിടെ 19.6. 20 ml NaOHനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടത് 19.6 HCl ആണ്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വോളിയോമെട്രിക് കാൽക്കുലേഷൻ്റെ ആസിഡിമെട്രീൻ്റെ കാൽക്കുലേഷൻ പാർട്ടാണ്. ഒബ്സർവേഷൻ ആൻഡ് കാൽക്കുലേഷൻ പാർട്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു ഒബ്സർവേഷൻ കോൾ അവിടെ ഉണ്ടാവും. നിങ്ങൾ ടൈട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ടൈറ്റർ വാല്യൂ നോട്ട് ചെയ്യണം. അതുപോലെ ടൈട്രേഷൻ, ഞാനിപ്പോൾ ഒരു ടൈട്രേഷനാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഈ ടൈട്രേഷൻ റിപ്പീറ്റ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? കൺകോർഡൻറ്റ് വാല്യൂസിന് വേണ്ടിയിട്ട്. കൺകോർഡൻറ്റ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് ടൈറ്റർ വാല്യൂ സെയിം ആവാം. അപ്പോൾ നമ്മൾ നേരത്തെ ടൈട്രേഷനിൽ നമുക്ക് ടൈറ്റർ വാല്യൂ 19.6 ml ആയിരുന്നു. അപ്പോൾ നിങ്ങൾ വീണ്ടും ടൈട്രേഷൻ റിപ്പീറ്റ് ചെയ്യുക. അപ്പോഴും നിങ്ങൾക്ക് 19.6 ml ടൈറ്റർ വാല്യൂ വരികയാണെങ്കിൽ നിങ്ങളത് കൺകോർഡൻറ്റ് വാല്യൂസ് ആണ്. നേരെ മറിച്ച് നെക്സ്റ്റ് ടൈട്രേഷൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് 19.7 ml അല്ലെങ്കിൽ 20 ml ആണ് ടൈറ്റർ വാല്യൂ വരുന്നതെങ്കിൽ നിങ്ങളുടെ ടൈട്രേഷൻ കൺകോർഡൻ്റ് ആയിട്ടില്ല. അപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. വീണ്ടും റിപ്പീറ്റ് ഇതാണ് പോയിന്റ്. അഡ്ജസൻറ്റ് ടൈറ്റർ വാല്യൂസ് സെയിം ആവണം. അടുത്തടുത്ത് വരുന്ന ടൈറ്റർ വാല്യൂസ് സെയിം ആയാൽ മാത്രമേ അത് കൺകോർഡൻറ്റ് വാല്യൂസ് ആവുള്ളൂ. കൺകോർഡൻറ്റ് വാല്യൂസ് ആവുന്നവരെ നിങ്ങൾ ടൈട്രേഷൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. നിങ്ങൾക്ക് കൺകോർഡൻറ്റ് വാല്യൂസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒബ്സർവേഷനും കാൽക്കുലേഷനും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഒബ്സർവേഷനാണ്. ഇവിടെ നിങ്ങൾ ചെയ്തത് ആസിഡ് ബേസ് ടൈട്രേഷൻ ആണല്ലോ. അവിടെ യൂസ് ചെയ്ത ആസിഡ് HClഉം ബേസ് NaOH ആണ്. നമ്മൾ ഉപയോഗിച്ച ഇൻഡിക്കേറ്റർ ഫിനോഫ്തലീനാണ്. അപ്പോൾ ഇങ്ങനൊരു ഇതിലാണ് നിങ്ങൾ അതിൻ്റെ ഹെഡിങ് കൊടുക്കേണ്ടത്. HCl വേഴ്സസ് NaOH, ഫിനോഫ്തലീൻ ഇസ് എ ഇൻഡിക്കേറ്റർ. ഇതാണ് ഒബ്സർവേഷൻ കോളം. നമ്പർ ഫസ്റ്റ് സെക്കൻഡ് കോളം വോളിയം ഓഫ് NaOH പിപ്പറ്റഡ്. ബേസ് നമ്മൾ പിപ്പറ്റ് ചെയ്യാണ്. അപ്പോൾ വോളിയം ഓഫ് NaOH പിപ്പറ്റഡ്, അതിൻ്റെ യൂണിറ്റ് എന്താണ്? ml. പിന്നെ ബ്യൂററ്റ് റീഡിങ്. ബ്യൂററ്റ് റീഡിങ്ങിൽ നമുക്കൊരു ഇനീഷ്യൽ റീഡിങ്ങും ഉണ്ടാവും, ഫൈനൽ റീഡിങ്ങും ഉണ്ടാവും. അതിൻ്റെ മീൻസ് ഡിഫറൻസ് ആണ് വോളിയം ഓഫ് HCl യൂസ്ഡ്. അതിൻ്റെയും യൂണിറ്റ് എന്താണ്? ml ആണ്. അപ്പോൾ ഫസ്റ്റ് ടൈട്രേഷൻ നമുക്ക് എഴുതി നോക്കാം. ഫസ്റ്റ് ടൈട്രേഷൻ അതിൽ നമ്മൾ പിപ്പറ്റ് ചെയ്തത്, നമ്മൾ യൂസ് ചെയ്യുന്ന പിപ്പറ്റ് 20 ml പിപ്പറ്റാണ്. അതുകൊണ്ട് വോളിയം ഓഫ് NaOH പിപ്പറ്റഡ് 20. ബ്യൂററ്റ് റീഡിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളെ ബ്യൂററ്റിലെ റീഡിങ് 0 ആയിരുന്നു. ഓക്കെ, കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ടൈട്രേഷൻ കംപ്ലീറ്റ് ചെയ്തു. ഫിനോഫ്തലീൻ കളർ പിങ്ക് കളർ ടു കളർലെസ് ആയി. അതാണ് എൻഡ് പോയിന്റ്. അപ്പോൾ ടൈറ്റർ വാല്യൂ 19.6. അപ്പോൾ ഡിഫറൻസ് എന്താണ്? 19.6 മൈനസ് 0. അപ്പോൾ വോളിയം ഓഫ് HCl യൂസ്ഡ് 19.6 ml. ഇനി വീണ്ടും ടൈട്രേഷൻ റിപ്പീറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 19.6 ml ഇപ്പോൾ നമ്മുടെ ബ്യൂററ്റിലെ വോളിയം 19.6 ml ആണ്. ഒന്നെങ്കിൽ അത് 20, കുറച്ച് ആസിഡ് പുറത്തോട്ട് ഒഴിച്ചിട്ട് 20 ml അടുത്ത ടൈട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാം. വെറുതെ വീണ്ടും ബ്യൂററ്റ് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ബ്യൂററ്റ് 0 ml എത്രയും ഫില്ല് ചെയ്തിട്ട് ടൈട്രേഷൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ടൈട്രേഷൻ വീണ്ടും നമ്മൾ പിപ്പറ്റ് ചെയ്തത് 20 ml NaOH. ഇനീഷ്യൽ റീഡിങ് 0 ആക്കുകയാണെങ്കിൽ 0 ആക്കാന്ന് വീണ്ടും ആസിഡ് ഫില്ല് ചെയ്യുക ബ്യൂററ്റിൽ. ഫൈനൽ റീഡിങ് 19.6. ടൈറ്റർ വാല്യൂ ഓർ വോളിയം ഓഫ് HCl യൂസ്ഡ് 19.6 മൈനസ് 0, 19.6 ml. അപ്പോൾ നമുക്ക് ടൈറ്റർ വാല്യൂ കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ടൈറ്റർ വാല്യൂ ഇങ്ങനെ കൺകോർഡൻ്റ് ആയി കിട്ടിയാൽ നിങ്ങൾ എക്സ്റ്റേണൽ എക്സാമിൻ്റെ അടുത്ത് കാണിച്ചിട്ട് സൈൻ വാങ്ങണം. അതായത് നിങ്ങളിനി ടൈട്രേഷൻ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നപ്പോൾ സാറ് പറയും. ഓക്കെ, ഇനി കാൽക്കുലേഷനാണ്. ഫസ്റ്റ് ഇതാണ്, നിങ്ങൾക്ക് ആ സ്റ്റെപ്പ് ബൈ ഹാർട്ട് പഠിക്കണം. ആ ഓർഡറിൽ തന്നെ എഴുതണം. പക്ഷെ നമുക്ക് കിട്ടുന്ന വാല്യൂസ് ഡിഫറെൻ്റ് ആയിരിക്കും. അത് അതിനനുസരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ മാസ് പെർ ലിറ്റർ ഓഫ് HCl ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കും. മാസ് പെർ ലിറ്റർ ഓഫ് HCl 3.65 ഗ്രാം പെർ ലിറ്റർ. മാസ് പെർ ലിറ്റർ ആണ്, 3.65 ആണ്. ഇനി ഇക്വലന്റ് മാസ് ഓഫ് HCl 36.5 ആണ്. ഇക്വലന്റ് മാസ് ഓഫ് HCl 36.5. നെക്സ്റ്റ് നോർമാലിറ്റി ഓഫ് HCl. നോർമാലിറ്റി ഓഫ് HCl നമ്മൾ N1 ആണ് കൊടുക്കുന്നത്. ക്യാപിറ്റൽ N ആണ് നോർമാലിറ്റി. നോർമാലിറ്റിയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലെറ്റർ ഏതാണ്? ക്യാപിറ്റൽ N. അത് HClൻ്റെത് കാണിക്കാൻ വേണ്ടി N1 കൊടുത്തു. അപ്പോൾ നോർമാലിറ്റി ഓഫ് HCl അതിൻ്റെ ഇക്വേഷൻ എന്താണ്? മാസ് പെർ ലിറ്റർ ഡിവൈഡഡ് ബൈ ഇക്വലന്റ് മാസ്. മാസ് പെർ ലിറ്റർ ഡിവൈഡഡ് ബൈ ഇക്വലന്റ് മാസ്, അതാണ് നോർമാലിറ്റി കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ മാസ് പെർ ലിറ്റർ നമുക്കറിയാം 3.65 ആണ്.
അതിൻ്റെ ഇക്വലൻറ്റ് മാസ് 36.5 ആണ്. അതുകൊണ്ട് നോർമാലിറ്റി എത്രയായിരിക്കും? 0.1 നോർമൽ. 0.1 നോർമൽ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് വോളിയം ഓഫ് HCl. അത് നമ്മൾ V1 കൊടുത്തു. വോളിയത്തിന് യൂഷ്വലി നമ്മൾ V എന്നുള്ള ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് കാണിക്കാറ്. അപ്പോൾ ഇവിടെ വോളിയം ഓഫ് HClന് V1 കൊടുത്തു. കാരണം നോർമാലിറ്റി ഓഫ് HCl N1 ആയിരുന്നു. അതുകൊണ്ട് വോളിയം ഓഫ് HCl V1. 1 എന്നുള്ളത് HClനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. അപ്പോൾ വോളിയം ഓഫ് HCl V1 is equal to 19.6 ml. ഇതാണ് നമ്മുടെ ടൈറ്റർ വാല്യൂ, 19.6 ml. ദെൻ വോളിയം ഓഫ് NaOH, അതിന് V2 എന്നുള്ള ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. അത് 20 ml ആണ്. നമ്മൾ പിപ്പറ്റ് ചെയ്ത NaOHൻ്റെ വാല്യൂ പിപ്പറ്റ് ചെയ്ത് 20 ml ആണ്. അതാണ് വോളിയം ഓഫ് NaOH. ഇനി നമുക്ക് കാണേണ്ടത് ഇവിടെ എന്താണ്? നോർമാലിറ്റി ഓഫ് NaOH N2. നോർമാലിറ്റി ഓഫ് NaOH N2 അത് കാണാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ദിസ് ഇസ് ഫ്രം ദ നോർമാലിറ്റി ഇക്വേഷൻ. N1 V1 is equal to N2 V2. ഈ ഇക്വേഷനാണ് നമ്മളിവിടെ കാൽക്കുലേഷൻ ഉപയോഗിക്കേണ്ടത്. N1 V1 is equal to N2 V2. ഇവിടെ N1 HClൻ്റെ നോർമാലിറ്റി തന്നിട്ടുണ്ട്, V1 വോളിയം ഓഫ് HCl ടൈറ്റർ വാല്യൂ, N2 നോർമാലിറ്റി ഓഫ് NaOH, V2 വോളിയം ഓഫ് NaOH. നമുക്ക് അറിയാത്തത് ഏത് മാത്രമാണ്? N2. ഇപ്പോൾ N2 is equal to, ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. N2 is equal to N1 V1 divided by V2. N1 V1 divided by V2. N1 0.1 നോർമലാണ്, അതായത് HClൻ്റെ നോർമാലിറ്റി. V1 19.6 ml. ദെൻ V2 20 ml. അപ്പോൾ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നോർമാലിറ്റി ഓഫ് NaOH എത്ര കിട്ടും? 0.0980 നോർമൽ. 4 ഡെസിമൽ പ്ലേസിലേക്ക് സാധാരണ ടൈറ്റർ വാല്യൂവിൻ്റെ അല്ലെങ്കിൽ നോർമാലിറ്റീൻ്റെ ഒക്കെ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ 4 ഡെസിമൽ പ്ലേസിലേക്ക് നിങ്ങൾ ആൻസർ എഴുതണം. അപ്പോൾ 0.0980 നോർമൽ. ഇനി അടുത്തത് എന്താണ്? ഇക്വലൻറ്റ് മാസ് ഓഫ് NaOH. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും, അല്ലെങ്കിൽ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുക. NaOHൻ്റെ HClൻ്റെ ഒക്കെ ഇക്വലൻറ്റ് വെയിറ്റ് ബൈ ഹാർട്ട് ചെയ്യുക. ഇക്വലൻറ്റ് മാസ് ഓഫ് ഓർ ഇക്വലൻറ്റ് വെയിറ്റ് ഓഫ് NaOH 40 gram. ഇനി നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, മാസ് പെർ ലിറ്റർ ഓഫ് NaOH. അത് കാണാനൊരു ഇക്വേഷൻ ഉണ്ട്. ഏതാണ്? നോർമാലിറ്റി ഇൻറ്റു ഇക്വലൻറ്റ് മാസ്. നോർമാലിറ്റി ഇൻറ്റു ഇക്വലൻറ്റ് മാസ് ആണ് മാസ് പെർ ലിറ്റർ ഓഫ് NaOH. നമ്മൾ നോർമാലിറ്റി മുന്നേ കണ്ടുപിടിച്ചു, ഇക്വലൻറ്റ് മാസ് 40 ആണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.0980 ഇൻറ്റു 40 വിച്ച് ഇസ് ഈക്വൽ ടു 3.92 gram per liter. ലാസ്റ്റ് സ്റ്റെപ്പ് ഓഫ് വോളിയോമെട്രിക് കാൽക്കുലേഷൻ, മാസ് ഓഫ് NaOH ഇൻ ദ ഹോൾ ഓഫ് ദി ഗിവൺ സൊല്യൂഷൻ. നമുക്ക് ആദ്യം ഒരു 20 ml NaOH സൊല്യൂഷനാണ് തന്നത്. നിങ്ങൾ ആദ്യം 100 ml മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗിവൺ സൊല്യൂഷൻ 100 ml മേക്കപ്പ് ചെയ്യുമ്പോൾ ടോട്ടൽ ആ ഗിവൺ സൊല്യൂഷനിലുള്ള NaOHൻ്റെ എമൗണ്ട് ആണ് കാണേണ്ടത്. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് മാസ് ഓഫ് NaOH ഇൻ ദ ഹോൾ ഓഫ് ദി ഗിവൺ സൊല്യൂഷൻ. അതിനുള്ള ഇക്വേഷൻ ഇതാണ്, മാസ് പെർ ലിറ്റർ ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 1000. മാസ് പെർ ലിറ്റർ നമ്മൾ തൊട്ട് മുന്നേ കണ്ടുവച്ചു 3.92 ആണ്, ഇൻറ്റു 100 ബൈ 1000. അപ്പോൾ വാല്യൂ ആൻസർ എന്താണ് വരിക? 0.392 gram. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ. ഓക്കെ, ഇനി നിങ്ങൾ റിസൾട്ട് എടുത്ത് എഴുതുമ്പോൾ ഇതിൽ കിട്ടിയ എല്ലാതും, അതായത് മാസ് പെർ ലിറ്റർ ഓഫ് NaOH, മാസ് ഓഫ് NaOH ഇൻ ദ ഹോൾ ഓഫ് ദ ഗിവൺ സൊല്യൂഷനൊക്കെ വീണ്ടും എടുത്ത് എഴുതണം. ഇത്രയാണ് വോളിയോമെട്രിക് കാൽക്കുലേഷൻ. ഇത് കൂടാതെ നിങ്ങൾ ഈ ഒരു ഈ വോളിയോമെട്രിക്കിന് ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ, പ്രൊസീജിയറും പ്രിൻസിപ്പിളും കൂടി എഴുതി നിങ്ങൾ ആദ്യത്തെ 5 മിനിറ്റിനുള്ളിൽ എക്സാമിനറിനെ എക്സ്റ്റേണൽ എക്സാമിനെ കാണിക്കുകയും വേണം. വോളിയോമെട്രിക് അനാലിസിസിൽ ഇത് ചെയ്യുകയും വേണം. അതിനോടൊപ്പം തന്നെ അതിൻ്റെ പ്രൊസീജിയറും പ്രിൻസിപ്പിളും നിങ്ങൾ നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ എഴുതിയിട്ട് എക്സ്റ്റേണൽ എക്സാമിനെ കാണിക്കുകയും വേണം. ഓക്കെ, നെക്സ്റ്റ് പ്രാക്ടിക്കലിലുള്ള എക്സ്പെരിമെൻറ്റ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ആണ്. നിങ്ങൾക്കൊരു ഇനോർഗാനിക് സോൾട്ട് തരും. ആ ഇനോർഗാനിക് സോൾട്ടിലെ കാറ്റയോണും ആനയോണും ഐഡൻറ്റിഫൈ ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക. കൂടാതെ നിങ്ങളിതിൻ്റെ ഫുൾ നിങ്ങൾക്ക് സ്കീം ലാബിൻ്റെ അകത്തേക്ക് കയറ്റാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സോൾട്ടിനനുസരിച്ച് നിങ്ങൾ ആ ഫുൾ സ്കീമും എഴുതി എക്സാമിനറെ കാണിച്ചാൽ മാത്രമേ ഇതിന് മാർക്ക് കിട്ടുള്ളൂ. വെറുതെ ആ ഒരു ആനയോൺ ഏതാണെന്ന് കാറ്റയോൺ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രം പോരാ, അത് നിങ്ങൾ എഴുതി സബ്മിറ്റ് ചെയ്യും വേണം. അപ്പോൾ നിങ്ങൾക്ക് തരുന്നത് സിമ്പിൾ ഇനോർഗാനിക് സോൾട്ട് ആയിരിക്കും. എന്താണ് സിമ്പിൾ ഇനോർഗാനിക് സോൾട്ട്? അതിലൊരു കാറ്റയോൺ പാർട്ടും ഒരു ആനയോൺ പാർട്ടും ഉണ്ടാവും. കാറ്റയോൺസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ആയിരിക്കും. പോസിറ്റീവ്ലി ചാർജ് Na+, Ca2+, Mg2+, അതൊക്കെ കാറ്റയോൺസിന് എക്സാമ്പിളാണ്. ഇനി ആനയോൺസ് എന്ന് പറഞ്ഞാലോ നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ്, Cl-, CO3-2-, കാർബണേറ്റ്, നൈട്രേറ്റ്, ഇതൊക്കെ ആനയോൺസിന് എക്സാമ്പിളാണ്. നിങ്ങൾക്ക് തരുന്ന സോൾട്ടിൽ ഒരു കാറ്റയോണും ഒരു ആനയോണും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം ഇനോർഗാനിക് അനാലിസിസിൽ ഫസ്റ്റ് നമുക്കൊരു പ്രിലിമിനറി അനാലിസിസ് ഉണ്ടാവും. പ്രിലിമിനറി അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പോകേണ്ടത് അനാലിസിസ് ഓഫ് ആനയോൺ ആണ്. അനാലിസിസ് ഓഫ് ആനയോണിൽ നിങ്ങൾക്ക് ഏത് ആനയോണാണെന്ന് മനസ്സിലായാൽ പിന്നെ അതിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്യാം. കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ ആനയോൺ. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊരു ഗ്രൂപ്പ് സെപ്പറേഷനാണ്, ഇൻ്റർ ഗ്രൂപ്പ് സെപ്പറേഷൻ അല്ലെങ്കിൽ ഗ്രൂപ്പ് സെപ്പറേഷൻ എന്ന് പറയും. അത് കാറ്റയോൺ അനാലിസിസിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്.
അങ്ങനെ നിങ്ങൾ അതിൽ അനാലിസിസ് ചെയ്താൽ നിങ്ങൾക്ക് അത് ഏത് ഗ്രൂപ്പിലാണ്, നിങ്ങൾക്ക് തന്ന കാറ്റയോൺ ഏത് ഗ്രൂപ്പിലാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിനുശേഷം ആ കാറ്റയോണിൻ്റെ കൺഫർമേറ്ററി ചെയ്യാം. ഇങ്ങനെയാണ് ആ ഒരു പ്രൊസീജിയർ. അതിൻ്റെ ഒരു സ്റ്റെപ്പ് ഇങ്ങനെയാണ്. ഫസ്റ്റ് പ്രിലിമിനറി അനാലിസിസ്, പിന്നെ അനാലിസിസ് ഓഫ് ആനയോൺ. അനാലിസിസ് ഓഫ് ആനയോൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ ആനയോൺ, അതിനുശേഷം ഗ്രൂപ്പ് സെപ്പറേഷൻ, ദെൻ അവസാനമായിട്ട് കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ കാറ്റയോൺ. പ്രിലിമിനറി അനാലിസിസിൽ മെയിനായിട്ടും 4 എക്സ്പെരിമെൻ്റ് ആണ് വരുന്നത്. ഫസ്റ്റ് കളർ ഓഫ് ദി സബ്സ്റ്റൻസസ് നോട്ടഡ്. അപ്പോൾ ഏതെങ്കിലും കളർ ഉണ്ടെങ്കിൽ, ഗ്രീൻ കളർ അല്ലെങ്കിൽ ബ്ലൂ കളർ, സോൾട്ടിന് എന്തെങ്കിലും കളർ ഉണ്ടെങ്കിൽ നമുക്ക് ചില അയോൺസിൻ്റെ പ്രസൻസ് ഉണ്ടെന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ബ്ലൂ കളർ ആണെങ്കിൽ അത് Cu2+ അയോൺസിൻ്റെ പ്രസൻസിനെയാണ് കാണിക്കുന്നത്, ബ്ലൂ കളർ ആണെങ്കിൽ. പിന്നെ സെക്കൻഡ് ആക്ഷൻ ഓഫ് ഹീറ്റ് ആണ്. നിങ്ങളുടെ സോൾട്ട് ഒന്ന് ഹീറ്റ് ചെയ്യുക, ഡ്രൈ ടെസ്റ്റ് ട്യൂബിൽ ഹീറ്റ് ചെയ്യുമ്പോൾ സ്മെൽ ഓഫ് അമോണിയ ഉണ്ടെങ്കിൽ അതിൽ അമോണിയം അയോൺസ് ഉണ്ടെന്ന് പറയാം. ഇനി ഫ്ലെയിം ടെസ്റ്റും ആഷ് ടെസ്റ്റും 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റാണ് ഫ്ലെയിം ടെസ്റ്റും ആഷ് ടെസ്റ്റും. ഫ്ലെയിം ടെസ്റ്റ് നമ്മൾ സാധാരണയായിട്ട് ചെയ്യാറ് വാച്ച് ഗ്ലാസ്സിലാണ്. ഇതാണ് വാച്ച് ഗ്ലാസ്. അപ്പോൾ വാച്ച് ഗ്ലാസ്സിൽ നമ്മളൊരു വളരെ കുറച്ച് സോൾട്ട് എടുത്തിട്ട് അതിലേക്ക് കോൺസെൻട്രേറ്റഡ് HCl ആഡ് ചെയ്യുക. എന്നിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഗ്ലാസ് റോഡിൻ്റെ ടിപ്പിൽ വെച്ചിട്ട് ഫ്ലെയിമിൽ കാണിക്കാം. നോൺ ലൂമിനസ് ഫ്ലെയിമിൽ കാണിച്ചാൽ ഫ്ലെയിമിന് എന്തെങ്കിലും കളർ ചേഞ്ച് ഉണ്ടെങ്കിൽ, കളർ കാണുന്നുണ്ടെങ്കിൽ അത് ഓരോ അയോൺസിൻ്റെ പ്രസൻസ് ആണ് കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഫ്ലെയിമിൽ നമുക്ക് പെയിൽ ഗ്രീൻ കളർ കാണാമെന്ന് വെച്ചോ. ഫ്ലെയിം ടെസ്റ്റിൽ ഫ്ലെയിമിന് പെയിൽ ഗ്രീൻ കളർ ആണെങ്കിൽ അത് പ്രസൻസ് ഓഫ് ബേരിയം അയോൺസ് ആണ്, Ba2+ അയോൺസ്. ഇനി ഫ്ലെയിം ടെസ്റ്റിൽ ഫ്ലെയിമിന് റെഡ് കളർ ആണെങ്കിൽ, ബ്രിക്ക് റെഡ് കളർ ആണെങ്കിൽ ഇറ്റ് ഈസ് ദ പ്രസൻസ് ഓഫ് Ca2+ അയോൺസ്, കാൽഷ്യം അയോൺസ്. ഓക്കെ, ഇപ്പോൾ ഫ്ലെയിം ടെസ്റ്റിലെ മെയിൻ 2 ഒബ്സർവേഷൻ ആണ്. പിന്നെ ക്രിംസൺ റെഡ് ആണെങ്കിൽ സ്ട്രോൺഷ്യം, Sr2+. ഇനി അടുത്തത് ആഷ് ടെസ്റ്റ് ആണ്. ആഷ് ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് ഫിൽറ്റർ പേപ്പർ വേണം. ഫിൽറ്റർ പേപ്പർ ആദ്യം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരു സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യണം. സോൾട്ടിലേക്ക് HNO3, കൊബാൾട്ട് നൈട്രേറ്റ്, ഇത് 3ഉം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഹീറ്റ് ചെയ്യാം. ഹീറ്റ് ചെയ്തിട്ട് ഫിൽറ്റർ പേപ്പർ ഡിപ്പ് ചെയ്തിട്ട് ബേൺ ചെയ്യാം. അപ്പോൾ ആഷിൻ്റെ കളറ് അവിടെ നമ്മൾ ആ ഒരു ഫിൽറ്റർ പേപ്പറിൻ്റെ കളറല്ല, ആഷിൻ്റെ ആ ടിപ്പിൽ ആ കളർ നോക്കിയിട്ടാണ് നോട്ട് ചെയ്യാണ് വേണ്ടത്. അത് ബ്ലൂ ആഷ് ആണെങ്കിൽ പ്രസൻസ് ഓഫ് Al3+ അയോൺസ് ആണ്. ഗ്രീൻ ആഷ് ആണെങ്കിൽ പ്രസൻസ് ഓഫ് Zn2+ അയോൺസ് ആണ്. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ പ്രിലിമിനറി അനാലിസിസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം ഒരു കാറ്റയോൺ കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. ഇനി കിട്ടിയില്ലെങ്കിലും പിന്നെ നമ്മൾ അനാലിസിസ് ഓഫ് ആനയോൺ ചെയ്യണം. പക്ഷേ നിങ്ങൾ ആഷ് ടെസ്റ്റും ഫ്ലെയിം ടെസ്റ്റും നന്നായിട്ട് ചെയ്യണം. കാരണം നിങ്ങൾക്ക് കാറ്റയോൺസിനെ കുറിച്ചുള്ള ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും? പ്രിലിമിനറി അനാലിസിസ് നിന്ന് കിട്ടും. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അനാലിസിസ് ഓഫ് ആനയോൺ ആണ്. ഒരു എന്താന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെപ്പ് വൈസിൽ നമ്മളങ്ങ് ചെയ്തു പോകണം. നമുക്കിപ്പോൾ കാർബണേറ്റ് ഉണ്ട്. ആനയോൺസ് മെയിനായിട്ട് വരുന്നത് കാർബണേറ്റ് ആവാം, ക്ലോറൈഡ് ആവാം, അസറ്റേറ്റ് ആവാം, നൈട്രേറ്റ് ആവാം. അപ്പോൾ ആദ്യം പോയി നൈട്രേറ്റിൻ്റെ എക്സ്പെരിമെൻറ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് ആ ഒരു ഓർഡർ ഉണ്ട്. ഫസ്റ്റ് കാർബണേറ്റ്, പിന്നെ അസറ്റേറ്റ്, പിന്നെ ക്ലോറൈഡ്, പിന്നെ നൈട്രേറ്റ്. ആ ഒരു ഓർഡറിൽ തന്നെ അനാലിസിസ് ചെയ്തു പോകണം. അപ്പോൾ ഫസ്റ്റ് കാർബണേറ്റിൻ്റെ ടെസ്റ്റാണ്. കാർബണേറ്റിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ യൂഷ്വലി വാച്ച് ഗ്ലാസ് ആണ് ഉപയോഗിക്കാറ്. വാച്ച് ഗ്ലാസ്സിൽ നിക്കൽ സ്പാച്ചുല യൂസ് ചെയ്തിട്ട് കുറച്ച് സോൾട്ട് എടുക്കുക, അതിലേക്ക് ഡൈല്യൂട്ട് HCl ആഡ് ചെയ്യാം. അപ്പോൾ ഡൈല്യൂട്ട് HCl ആഡ് ചെയ്യുന്ന സമയത്ത് ബ്രിസ്ക് എഫ്രവസൻസ് ഉണ്ടെങ്കിൽ അതെന്തിൻ്റെ പ്രസൻസ് ആണ്? കാർബണേറ്റിൻ്റെ പ്രസൻസ് ആണ്. ഓക്കെ, നമ്മൾ കുറച്ച് സോൾട്ട് നിക്കൽ സ്പാച്ചുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ സോൾട്ട് എടുക്കേണ്ടത്. വളരെ കുറച്ച് സോൾട്ട് മാത്രം ഉപയോഗിച്ചാൽ മതി. സോൾട്ട് എടുത്തതിന് ശേഷം അതിലേക്ക് ഡൈല്യൂട്ട് HCl. ബ്രിസ്ക് എഫ്രവസൻസ് എന്ന് പറഞ്ഞാൽ ചെറിയ കുമിളായിട്ട് ഫോം ചെയ്യും. ഇവിടെ ഒന്നുമില്ല, നോ റിയാക്ഷൻ ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ആബ്സെൻസ് ഓഫ് കാർബണേറ്റ്. ബ്രിസ്ക് എഫ്രവസൻസ് ഫോം ചെയ്താൽ ഇറ്റ് ഈസ് പ്രസൻസ് ഓഫ് കാർബണേറ്റ് അയോൺ. ഇവിടെ നോ ബ്രിസ്ക് എഫ്രവസൻസ്, സോ ആബ്സെൻസ് ഓഫ് കാർബണേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ സ്കീം എഴുതുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നമുക്കൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അനാലിസിസ് ഓഫ് ആനയോണിന് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് അവിടുത്തെ ഒരു എക്സ്പെരിമെൻറ്റ് എന്താണ്? ടു എ ലിറ്റിൽ ഓഫ് ദി സോൾട്ട് ഡൈല്യൂട്ട് HCl is added. നോ ബ്രിസ്ക് എഫ്രവസൻസ്, ആബ്സെൻസ് ഓഫ് ഇൻഫറൻസ് എന്താണ്? ആബ്സെൻസ് ഓഫ് CO3 2- ഓർ കാർബണേറ്റ് അയോൺ. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് എക്സ്പെരിമെൻറ്റ് എന്താണ്? ആക്ഷൻ ഓഫ് ഡൈല്യൂട്ട് H2SO4. ഒരു അതിനും വാച്ച് ഗ്ലാസ് ആണ് നല്ലത്. വാച്ച് ഗ്ലാസ്സിലേക്ക് നമ്മളൊരു കുറച്ച് സോൾട്ട് എടുത്തിട്ട്, പിഞ്ച് ഓഫ് സോൾട്ട് എടുത്തിട്ട് അതിലേക്ക് ഡൈല്യൂട്ട് H2SO4 ആഡ് ചെയ്തിട്ട് റബ്ബ് ചെയ്യാം. അപ്പോൾ അസറ്റേറ്റിൻ്റെ സ്മെല്ലാണെങ്കിൽ ഇറ്റ് ഈസ് ദ പ്രസൻസ് ഓഫ് അസറ്റിക് ആസിഡിൻ്റെ സ്മെല്ലാണെങ്കിൽ ഇറ്റ് ഈസ് ദ പ്രസൻസ് ഓഫ് അസറ്റേറ്റ് അയോൺ. സോൾട്ട് എടുക്കുക, സോൾട്ടിലേക്ക് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യാം.
റബ്ബ് ചെയ്യാം. ഓക്കെ, ഡയല്യൂട്ട് H2SO4 സോൾട്ടിലേക്ക് ആഡ് ചെയ്യുക. ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കുക. അപ്പോൾ അസറ്റേറ്റ് ലൈക്ക് സ്മെല്ലാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെങ്കിൽ, അസറ്റിക് ആസിഡ് അറിയില്ലേ, വിനാഗിരീൻ്റെ സ്മെല്ലാണെങ്കിൽ അതെന്തിൻ്റെ പ്രസൻസ് ആണ്? പ്രസൻസ് ഓഫ് അസറ്റേറ്റ്. അപ്പോൾ ഇവിടെ ഞാൻ ഡയല്യൂട്ട് H2SO4 ഈ സോൾട്ടിൻ്റെ കുറച്ച് സോൾട്ടിലേക്ക് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് സ്മെല്ല് ചെയ്തപ്പോൾ എനിക്ക് അസറ്റേറ്റ് ലൈക്ക് സ്മെല്ലുണ്ട്, അസറ്റിക് ആസിഡിൻ്റെ സ്മെല്ലുണ്ട്. അപ്പോൾ അതെന്താണ്? ഇറ്റ് ഈസ് എ പ്രസൻസ് ഓഫ് അസറ്റേറ്റ് അയോൺ. അപ്പോൾ നമ്മൾ ആനയോൺ കൺഫേം ചെയ്തില്ല, ജസ്റ്റ് നമുക്ക് മനസ്സിലായി അതിൽ അസറ്റേറ്റ് അയോൺ ഉണ്ടെന്ന്. അപ്പോൾ ഇത് കൺഫേം ചെയ്യണം. കൺഫേം ചെയ്യാൻ നമ്മളൊരു കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്യണം. ഇനി താഴോട്ട് ഇനിയും ആനയോൺസ് ഉണ്ട് നമുക്ക്. ക്ലോറൈഡ് അയോൺസ് ഉണ്ട്, നൈട്രേറ്റ് അയോൺസ് ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി അസറ്റേറ്റ് ആണ്. അപ്പോൾ സെക്കൻഡ് എക്സ്പെരിമെൻറ്റ് അസറ്റേറ്റ് ആയിരുന്നു. അനാലിസിസ് ഓഫ് ആനയോണിലെ സെക്കൻഡ് എക്സ്പെരിമെൻറ്റ് അനാലിസിസ് ഓഫ് അസറ്റേറ്റ് അയോൺ ആയിരുന്നു. അപ്പോൾ അവിടെ അസറ്റേറ്റ് അയോൺ ഉണ്ടെന്ന് മനസ്സിലായാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട? താഴോട്ട് പ്രൊസീജിയർ അതായത് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. ആനയോണിൻ്റെ പ്രൊസീജിയർ പിന്നെ കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അതിന് ശേഷം എന്ത് ചെയ്യാം? അസറ്റേറ്റിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്യാം. അസറ്റേറ്റിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് ന്യൂട്രൽ ഫെറിക്ലോറൈഡ് വേണം. ന്യൂട്രൽ ഫെറിക്ലോറൈഡ് ആണ് ഇവിടുത്തെ റിയേജൻറ്റ്. ഇപ്പോൾ ടെസ്റ്റ് ട്യൂബിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു സോൾട്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സോൾട്ട് പ്ലസ് വാട്ടർ. നോർമലി സോൾട്ട് സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ സോൾട്ട് കുറച്ച് വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ട് അതിലേക്ക് ന്യൂട്രൽ ഫെറിക്ലോറൈഡ് ആഡ് ചെയ്ത് നോക്കാം. അതാണ് റിയേജൻറ്റ് ഇവിടുത്തെ. ന്യൂട്രൽ ഫെറിക്ലോറൈഡ് ആഡ് ചെയ്ത് ഇതിന് റെഡ് കളർ വരികയാണെങ്കിൽ, റെഡ് കളറേഷൻ ആണെങ്കിൽ ഇറ്റ് ഈസ് പ്രസൻസ് ഓഫ് അസറ്റേറ്റ് ഈസ് കൺഫേംഡ് നമുക്ക് പറയാം. അതായത് നമ്മുടെ സോൾട്ട് സൊല്യൂഷനിലേക്ക് സോൾട്ട് കുറച്ച് വാട്ടറിൽ ഡിസോൾവ് ചെയ്യിക്കുക. അപ്പോൾ സോൾട്ട് സൊല്യൂഷൻ അത് ഡിസോൾവ് ചെയ്യിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സോൾട്ട് സൊല്യൂഷൻ ഉണ്ടാക്കാം. അതിലേക്ക് ന്യൂട്രൽ ഫെറിക്ലോറൈഡ് ആഡ് ചെയ്യുമ്പോൾ റെഡ് കളറേഷൻ ഉണ്ടാകുകയാണെങ്കിൽ അസറ്റേറ്റിൻ്റെ പ്രസൻസ് നമുക്ക് കൺഫേം ചെയ്യാം. അപ്പോൾ ഇതാണ് അസറ്റേറ്റിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ്. ഇവിടെ നമ്മൾ ചെയ്തത് ആദ്യം പ്രിലിമിനറി അനാലിസിസ് ചെയ്തു, കളർ നോട്ട് ചെയ്തു, വൈറ്റ് ആണ്. അപ്പോൾ ആബ്സെൻസ് ഓഫ് Cu2+ അയോൺസ്, Na2+ അയോൺസ്. പിന്നെ ആക്ഷൻ ഓഫ് ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നോ സ്മെല്ലാണെങ്കിൽ ആബ്സെൻസ് ഓഫ് അമോണിയം അയോൺ. പിന്നെ ഫ്ലെയിം ടെസ്റ്റ് നോ കളർ ആണെങ്കിൽ ആബ്സെൻസ് ഓഫ് Pa2+ അയോൺ, ദെൻ Ca2+ അയോൺ, Sr2+ അയോൺ. ഇനി ഏതെങ്കിലും ഒരു പ്രത്യേക കളർ നിങ്ങൾക്ക് ഫ്ലെയിമിൽ കാണുകയാണെങ്കിൽ അത് പ്രസൻസ് ഓഫ് ദാറ്റ് അയോൺ ആണ്. ഇനി ആഷ് ടെസ്റ്റ്. അതിനുശേഷം നമ്മൾ അനാലിസിസ് ഓഫ് ആനയോൺ ചെയ്തു. അനാലിസിസ് ഓഫ് ആനയോണിൽ ഫസ്റ്റ് കാർബണേറ്റിൻ്റെ ടെസ്റ്റ് ആയിരുന്നു. കാർബണേറ്റിൻ്റെ ടെസ്റ്റിൽ നോ ബ്രിസ്ക് എഫറസൻസ്, സോ ആബ്സെൻസ് ഓഫ് കാർബണേറ്റ്. അതിൽ സെക്കൻഡ് ടെസ്റ്റ് വരുന്നത് ആനയോണിൻ്റെത് അസറ്റേറ്റിൻ്റെ ടെസ്റ്റ് ആയിരുന്നു. ഡയല്യൂട്ട് H2SO4 ഉപയോഗിച്ചിട്ട് സോൾട്ടിനെ റബ്ബ് ചെയ്യുക വാച്ച് ഗ്ലാസ്സിൽ. ഇപ്പോൾ അസറ്റിക് ആസിഡിൻ്റെ സ്മെല്ല് ഉണ്ടാവുകയാണെങ്കിൽ ഇറ്റ് ഈസ് പ്രസൻസ് ഓഫ് അസറ്റേറ്റ്. അപ്പോൾ അവിടെ നമുക്ക് അസറ്റേറ്റ് ഉണ്ടെന്ന് മനസ്സിലായി. എന്നിട്ട് അവിടെ അനാലിസിസ് ഓഫ് ആനയോൺ അവിടെ സ്റ്റോപ്പ് ചെയ്ത് പിന്നെ കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ ആനയോൺ ചെയ്തു. ന്യൂട്രൽ ഫെറിക്ലോറൈഡ് വെച്ചിട്ടുള്ള ടെസ്റ്റാണ്. സോൾട്ട് സൊല്യൂഷനിലേക്ക് ന്യൂട്രൽ ഫെറിക്ലോറൈഡ് ആഡ് ചെയ്തപ്പോൾ റെഡ് കളറേഷൻ വന്നു. സോ പ്രസൻസ് ഓഫ് അസറ്റേറ്റ് ഈസ് കൺഫേംഡ്. ഇനി നമുക്ക് കാറ്റയോൺ അനാലിസിസ് ആണ്. ഗ്രൂപ്പ് സെപ്പറേഷന് നമ്മൾ ആദ്യം ഒരു ഒറിജിനൽ സൊല്യൂഷൻ ഉണ്ടാക്കണം. ഒറിജിനൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സോൾട്ട് ആണെങ്കിൽ വാട്ടറിൽ സൊല്യൂഷൻ ഉണ്ടാക്കിയാൽ മതി. ഇനി വാട്ടറിൽ ഡിസോൾവ് ചെയ്യാത്ത സോൾട്ട് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ കാർബണേറ്റ്സ് ഒക്കെ ചിലപ്പോൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഡയല്യൂട്ട് HCl ഒറിജിനൽ സൊല്യൂഷൻ ഉണ്ടാക്കേണ്ടത്, പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇവിടെ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് നമ്മൾ നേരത്തെ തന്നെ ഡിസോൾവ് ചെയ്തപ്പം മനസ്സിലായി വാട്ടറിൽ അത് ഡിസോൾവ് ആവുന്നുണ്ട്. ഇനി ഡിസോൾവ് ആവുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? സെൻട്രിഫ്യൂഗ് ചെയ്ത് നോക്കാം. അപ്പോൾ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടെങ്കിൽ ഡിസോൾവ് ആയി. ഇനി ഇത്രയും സൊല്യൂഷൻ ഒരുമിച്ചെടുത്ത് ഫുൾ എക്സ്പെരിമെൻറ്റ് അതായത് ഫസ്റ്റ് എക്സ്പെരിമെൻറ്റിന് ഇത്രയും സൊല്യൂഷൻ എടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ നിന്ന് ഒരു ചെറിയ 1 ml 2 ml എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ് ചെയ്യുക, പിന്നെ അടുത്ത 2 ml ഉപയോഗിച്ചിട്ട് നെക്സ്റ്റ് എക്സ്പെരിമെൻറ്റ് ചെയ്യുക, അങ്ങനെ ചെയ്താൽ മതി. പക്ഷേ ഒറിജിനൽ സൊല്യൂഷൻ നിങ്ങൾക്ക് ഒരുമിച്ച് വേണമെങ്കിൽ ഫസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെക്കാം. കുറച്ചധികം സോൾട്ട് എടുത്തിട്ട് ഒറിജിനൽ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്തിട്ട് അതിൽ നിന്ന് കുറച്ച് എമൗണ്ട് എടുത്തിട്ട് താഴോട്ടുള്ള എക്സ്പെരിമെൻറ്റ് ചെയ്യാം. അനാലിസിസ് ഓഫ് കാറ്റയോൺ ഗ്രൂപ്പ് സെപ്പറേഷൻ ആണെന്ന് ഫസ്റ്റ് പറഞ്ഞു. നമുക്ക് 0 ഗ്രൂപ്പ്, അതായത് കാറ്റയോൺസിന് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സിലായിട്ട് അറേഞ്ച് ചെയ്യാം. 0 ഗ്രൂപ്പ്, ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, തേർഡ് ഗ്രൂപ്പ്, ഫോർത്ത് ഗ്രൂപ്പ്,
5th 6th ഇത്രയും ഗ്രൂപ്പാണുള്ളത്. ഓരോ ഗ്രൂപ്പിലും കുറച്ച് അയോൺസ് ഉൾപ്പെട്ടിരിക്കും. ഇപ്പോൾ 0th ഗ്രൂപ്പിലെ അയോൺസ് 0th ഗ്രൂപ്പിൽ അമോണിയം അയോൺസ് NH4+ അയോൺസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഫസ്റ്റ് ഗ്രൂപ്പിലാണെങ്കിൽ ലെഡ് അയോൺ, സെക്കൻഡ് ഗ്രൂപ്പിലാണെങ്കിൽ കോപ്പർ അയോൺ, തേർഡ് ഗ്രൂപ്പിൽ ഫോർ എക്സാമ്പിൾ തേർഡ് ഗ്രൂപ്പിൽ പെടുന്ന ഒരു അയോണാണ് അലൂമിനിയം, 4th ഗ്രൂപ്പിൽ മാംഗനീസ്, സിങ്ക്, നിക്കലൊക്കെ 4th ഗ്രൂപ്പിൽ പെടുന്ന അയോൺസ് ആണ്. പിന്നെ 5th ഗ്രൂപ്പിൽ ബേരിയം, കാൽഷ്യം, സ്ട്രോൺഷ്യം ഇതൊക്കെ 5th ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന അയോൺസ് ആണ്, കാറ്റയോൺസ് ആണ്. ഇനി 6th ഗ്രൂപ്പിൽ പെടുന്ന ഒരു അയോണാണ് മെഗ്നീഷ്യം 2+. അപ്പോൾ നമുക്ക് ഏകദേശം ഗ്രൂപ്പ് അനാലിസിസ് ചെയ്യുമ്പോൾ ഏത് ഗ്രൂപ്പിലാണെന്ന് ആ അയോൺസ് പ്രസൻ്റ് ആണെന്ന് മനസ്സിലാവും. പിന്നെ കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്താൽ മതിയോ. നമ്മൾ 0th ഗ്രൂപ്പ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇവിടെയും അതേ ഓർഡർ ഫോളോ ചെയ്യണം. ആദ്യം പോയി 5th ഗ്രൂപ്പ് ചെയ്ത് പിന്നെ 4th ഗ്രൂപ്പ് ചെയ്യുക, അങ്ങനെ ചെയ്യാൻ പാടില്ല. അതേ ഓർഡർ തന്നെ ഫോളോ ചെയ്യണം. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് 0th ഗ്രൂപ്പാണ്. 0th ഗ്രൂപ്പ് അതിന് സോൾട്ട് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. സോൾട്ട് സൊല്യൂഷനിൽ കുറച്ച് പോർഷൻ എടുക്കുക, കുറച്ച് ഭാഗം എടുത്തിട്ട് അതിലേക്ക് സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്യാം. സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്തിട്ട് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുകയാണെങ്കിൽ, ഇതിപ്പോൾ നോ പ്രസിപ്പിറ്റേറ്റ്, ഇവിടെ ഒരു പ്രസിപ്പിറ്റേറ്റ് ഇല്ല ഒറിജിനൽ സൊല്യൂഷനിൽ. അപ്പോൾ സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്തിട്ട് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആബ്സെൻസ് ഓഫ് NH4+ അയോൺസ് ഓർ 0th ഗ്രൂപ്പ്. സോഡിയം കാർബണേറ്റ് സൊല്യൂഷൻ നമ്മുടെ ഒറിജിനൽ സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യുമ്പോൾ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുകയാണെങ്കിൽ അത് ആബ്സെൻസ് ഓഫ് 0th ഗ്രൂപ്പാണ്. നോ പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ പ്രസൻസ് ഓഫ് 0 ഗ്രൂപ്പ്. സോഡിയം കാർബണേറ്റ് സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്ത് നോക്കുകയാണ്. ഇവിടെ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്തില്ലേ? അപ്പോൾ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്തിട്ടുണ്ട്. പ്രസിപ്പിറ്റേറ്റ് കൃത്യമായിട്ട് കാണാൻ നിങ്ങളൊന്ന് സെൻട്രിഫ്യൂഗ് ചെയ്ത് നോക്കിയാലും മതി ഡൗട്ടുള്ളവർക്ക്. ഇവിടെ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്തു. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്, അതിൻ്റെ ഒരു ഇൻഫറൻസ് എന്താണ്? ആബ്സെൻസ് ഓഫ് 0 ഗ്രൂപ്പ്. ആബ്സെൻസ് ഓഫ് 0 ഗ്രൂപ്പ്. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ഗ്രൂപ്പ് ഏതാണ്? ഫസ്റ്റ് ഗ്രൂപ്പാണ്. ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ റിയേജൻറ്റ് ഡയല്യൂട്ട് HCl ആണ്. ഡയല്യൂട്ട് HCl. ഫസ്റ്റ് ഗ്രൂപ്പിൽ ഡയല്യൂട്ട് HCl ആഡ് ചെയ്തിട്ട്, അതായത് നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ ചെക്ക് ചെയ്യുമ്പോൾ ഒറിജിനൽ സൊല്യൂഷനിലേക്ക് ഡയല്യൂട്ട് HCl ആഡ് ചെയ്യുമ്പോൾ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവുകയാണെങ്കിൽ, പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് പ്രസൻസ് ഓഫ് ഫസ്റ്റ് ഗ്രൂപ്പ്. പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്തിട്ടില്ലെങ്കിൽ ഇറ്റ് ഈസ് ആബ്സെൻസ് ഓഫ് ഫസ്റ്റ് ഗ്രൂപ്പ്. ഫസ്റ്റ് ഗ്രൂപ്പിന് ടെസ്റ്റിൽ ഫസ്റ്റ് ഗ്രൂപ്പിന് ഗ്രൂപ്പ് സെപ്പറേഷൻ ചെയ്യാൻ നമുക്ക് ഒറിജിനൽ സൊല്യൂഷൻ വേണം. ഒറിജിനൽ സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഡയല്യൂട്ട് HCl ആഡ് ചെയ്യാം. ഡയല്യൂട്ട് HCl ആഡ് ചെയ്യുമ്പോൾ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുകയാണെങ്കിൽ അത് പ്രസൻസ് ഓഫ് ഫസ്റ്റ് ഗ്രൂപ്പ്. പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്തിട്ടില്ലെങ്കിൽ ഇറ്റ് ഈസ് ആബ്സെൻസ് ഓഫ് ഫസ്റ്റ് ഗ്രൂപ്പ്. ചെറുതായിട്ട് നിങ്ങൾക്ക് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നതായിട്ട് കാണാം. ഇങ്ങനെ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം, സെൻട്രിഫ്യൂഗ് ചെയ്ത് നോക്കാം. അപ്പോൾ ഡയല്യൂട്ട് HCl ആഡ് ചെയ്തപ്പോൾ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ചും കൂടി ഡയല്യൂട്ട് HCl വെച്ചിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, പ്രസിപ്പിറ്റേറ്റ് ചെറുതായിട്ട് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നതിനെ കൊണ്ട് തന്നെ എന്താണിത്? പ്രസൻസ് ഓഫ് ഫസ്റ്റ് ഗ്രൂപ്പ്. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള അയോൺസ് ഏതാണ്? ലെഡ് അയോൺസ് ആണ്. ഇനി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ലെഡ് അയോണിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റിലേക്ക് ഡയറക്റ്റ് പോകാം. പിന്നെ ബാക്കി ഗ്രൂപ്പ് സെപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ഗ്രൂപ്പാണ് നമുക്ക് ഏകദേശം മനസ്സിലായി. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള അയോണിൻ്റെ കൺഫർമേറ്ററി ചെയ്യാം. ഫസ്റ്റ് ഗ്രൂപ്പിലുള്ളത് ലെഡ് അയോൺസ് ആണ്. ലെഡ് അയോണിൻ്റെ കൺഫർമേറ്ററി ചെയ്യാം. ഓക്കെ, ലെഡ് അയോണിൻ്റെ കൺഫർമേറ്ററി ചെയ്യാൻ വേണ്ടി നമുക്ക് ഒറിജിനൽ സൊല്യൂഷൻ വേണം. ഒറിജിനൽ സൊല്യൂഷൻ ആദ്യം അസറ്റിക് ആസിഡ് വെച്ചിട്ട് അസിഡിഫൈഡ് ചെയ്തിട്ട് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആഡ് ചെയ്യാം. അതാണ് ഒരു ടെസ്റ്റ്. 2 കൺഫർമേറ്ററി ടെസ്റ്റ് ഉണ്ട്. അതിൽ ഫസ്റ്റ് കൺഫർമേറ്ററി ടെസ്റ്റിലേക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒറിജിനൽ സൊല്യൂഷൻ വേണം, സോൾട്ട് സൊല്യൂഷൻ വേണം. സോൾട്ട് സൊല്യൂഷൻ ആദ്യം ഡയല്യൂട്ട് അസറ്റിക് ആസിഡ് വെച്ചിട്ട് അസിഡിഫൈഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആഡ് ചെയ്യാം. ഡയല്യൂട്ട് അസറ്റിക് ആസിഡ് ആഡ് ചെയ്തു, പിന്നെ പൊട്ടാസ്യം ക്രോമേറ്റ്. ഓക്കെ, പൊട്ടാസ്യം ക്രോമേറ്റ് ആഡ് ചെയ്തപ്പോൾ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് കിട്ടി. അപ്പോൾ ഡയല്യൂട്ട് അസറ്റിക് ആസിഡ് ആഡ് ചെയ്തതിന് ശേഷം അത് വെച്ചിട്ട് അസിഡിഫൈഡ് ചെയ്തതിന് ശേഷം പൊട്ടാസ്യം ക്രോമേറ്റ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് കിട്ടുകയാണെങ്കിൽ ഇറ്റ് ഈസ് പ്രസൻസ് ഓഫ് Pb2+ അയൺസ്. അവിടെ നമുക്ക് കൺഫേം ചെയ്യാം, ലെഡ് അയോണിൻ്റെ പ്രസൻസ് കൺഫേം ചെയ്യാം. വീണ്ടും നമുക്ക് ഒറിജിനൽ സൊല്യൂഷൻ വേണം. ഒറിജിനൽ സൊല്യൂഷനിലേക്ക് പൊട്ടാസ്യം അയോഡൈഡ് കളർലെസ് ആണ്. നമ്മൾ ഒറിജിനൽ സൊല്യൂഷനും കളർലെസ് ആണ്. അതിലേക്ക് പൊട്ടാസ്യം അയോഡൈഡ് ആഡ് ചെയ്ത് നോക്കുക.
യെല്ലോ പ്രസിപ്പിറ്റേറ്റ്. സോൾട്ട് സൊല്യൂഷനിലേക്ക് പൊട്ടാസ്യം അയഡൈഡ് ആഡ് ചെയ്യുമ്പോൾ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് കിട്ടുകയാണെങ്കിൽ അത് എന്ത് കൺഫേം ചെയ്യും? ലെഡ് അയോൺസിൻ്റെ പ്രസൻസ് വീണ്ടും കൺഫേം ചെയ്യും. നമുക്ക് 2 കൺഫർമേറ്ററി ടെസ്റ്റ് പറഞ്ഞു, ബൈ യൂസിങ് അസറ്റിക് ആസിഡ് ആൻഡ് പൊട്ടാസ്യം ക്രോമേറ്റ്. പിന്നെ മറ്റേ ടെസ്റ്റ് ഏതാണ്? ബൈ യൂസിങ് പൊട്ടാസ്യം അയഡൈഡ്. ആദ്യം ഒറിജിനൽ സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഒറിജിനൽ സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് പോർഷൻ എടുത്തിട്ട് അതിലേക്ക് അസറ്റിക് ആസിഡ് ആഡ് ചെയ്യാം, പിന്നെ പൊട്ടാസ്യം ക്രോമേറ്റ് ആഡ് ചെയ്യാം. യെല്ലോ പ്രസിപ്പിറ്റേറ്റ്, പ്രസൻസ് ഓഫ് Pb2+ അയോൺസ്, അല്ലെങ്കിൽ കൺഫേം ചെയ്തു നമ്മൾ Pb2+ അയോൺസിനെ. പിന്നെ വീണ്ടും അടുത്ത ഒരു 2 ml 1 ml ഒറിജിനൽ സൊല്യൂഷൻ എടുത്ത് അതിലേക്ക് പൊട്ടാസ്യം അയഡൈഡ് ആഡ് ചെയ്യാം. അപ്പോഴും നമുക്ക് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് കിട്ടും. അതും എന്തിൻ്റെ പ്രസൻസ് കൺഫേം ചെയ്തു? Pb2+ൻ്റെ പ്രസൻസ് കൺഫേം ചെയ്തു. ഇനി അവസാനം നിങ്ങൾ ഇതൊക്കെ എഴുതി കഴിഞ്ഞു. അവസാനം റിസൾട്ടായിട്ട് എന്താ എഴുതേണ്ടത്? ദ ഗിവൺ ഇനോർഗാനിക് സോൾട്ട് കണ്ടെയ്ൻ ആനയോൺ. ഇവിടെ നമുക്ക് കിട്ടിയത് അസറ്റേറ്റ് അയോൺ ആണ്. അസറ്റേറ്റ് അയോൺ, കാറ്റയോൺ, lead ion Pb2+. So this is lead acetate. The given inorganic salt is lead acetate. ആ കാറ്റയോൺ ആനയോൺ പാർട്ടും ജോയിൻ ചെയ്തില്ല നമ്മൾ. കാറ്റയോൺ പാർട്ട് ലെഡ് അയോൺസ് ആണ്, കാറ്റയോൺ ഭാഗം Pb2+ ആണ്, ആനയോൺ അസറ്റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ തന്നിരിക്കുന്ന സോൾട്ട് ഏതാണ്? ലെഡ് അസറ്റേറ്റ് ആണ്. ക്ലിയർ ആയോ? ഇനി ഇത്രയും കഴിഞ്ഞു. നമ്മൾ ഫസ്റ്റ് വോളിയോമെട്രിക് അനാലിസിസ് ചെയ്തു. അതിൻ്റെ പ്രൊസീജിയറും എയിമും പ്രിൻസിപ്പിളും പ്രൊസീജിയറും സാറെ കാണിക്കണം. പിന്നെ ഒബ്സർവേഷൻ കോളം, വോളിയോമെട്രിക് അനാലിസിസിൻ്റെ ഒബ്സർവേഷൻ കോളം സാറെ കാണിക്കണം. അതിനുശേഷം അതിൻ്റെ കാൽക്കുലേഷൻ പാർട്ട് ചെയ്യാം. ദെൻ ഇനോർഗാനിക് അനാലിസിസ്, ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ചെയ്യാം. ഈ സ്കീമിൽ കാര്യങ്ങളൊക്കെ അല്ലേ നമ്മൾ അതൊക്കെ ആൻസർ ഷീറ്റിൽ എഴുതുക. അതിനുശേഷം നിങ്ങൾക്ക് വരുന്നത് വൈവ ഉണ്ടാവും, പിന്നെ നിങ്ങളുടെ റെക്കോർഡിനും മാർക്ക് ഉണ്ടാവും. ഇത്രയാണ് നിങ്ങളുടെ കെമിസ്ട്രി പ്രാക്ടിക്കലിൻ്റെ ഒരു കാര്യം. 2 പ്രാക്ടിക്കൽസ് ചെയ്യാനുണ്ടാവും, പ്രൊസീജിയർ എഴുതാനുണ്ടാവും. വോളിയോമെട്രിക് അനാലിസിസിൻ്റെ പ്രൊസീജിയർ എഴുതേണ്ടി വരും, പിന്നെ വൈവ ഉണ്ടായിരിക്കും, നിങ്ങളുടെ പ്രാക്ടിക്കൽ റെക്കോർഡിന് മാർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, ഇത്രയാണ്. താങ്ക് യു.